സെന്റ് ജോസഫ്സ് സെൻട്രൽ സ്കൂളിന്റെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അതിവിശാലമായ ഫുട്ബോൾ ടർഫ് തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ ചിന്തകൾ രൂപീകരിച്ച് ക്രിയാത്മക പഠന പ്രവർത്തനങ്ങളിലൂടെ ഉയരങ്ങൾ കീഴടക്കുവാൻ കുട്ടികളോട് പിതാവ് പറഞ്ഞു. കേരള സന്തോഷ് ട്രോഫി പ്ലെയർ നിതിൻ മധുവും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ നിഹാൽ സുധീഷും പെനാൽറ്റി കിക്കെടുത്ത് ഉദ്ഘാടനം ആഘോഷമാക്കി. സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബിനെ തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജും ചങ്ങനാശ്ശേരി SB കോളേജും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടത്തപ്പെട്ടു. പൊതുസമ്മേളനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്ക് യാത്രയയപ്പും 2024-25 അധ്യയന വർഷത്തിലെ 10-12 ക്ലാസുകളിൽ പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും നൽകി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PR അനുപമ, മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലിസി നിക്കോളാസ്, മാനേജർ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ, പ്രിൻസിപ്പൽ ഫാദർ തോമസ് നന്നാടിയിൽ, PTA പ്രസിഡന്റ് ജിജി നിക്കോളാസ്, വൈസ് പ്രിൻസിപ്പൽ ആന്റണി കുരുവിള എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ മാത്രം അവിടെ എത്തിയാൽ കാര്യമില്ല. ഈ വള്ളത്തിലിരിക്കുന്ന സർവ്വ മനുഷ്യർക്കും ഈ വള്ളത്തിൽ ഈ തുഴ അവരെ എറിയുന്ന ഓരോരുത്തരും അവരുടെ ഒരു വലിയ വ്യത്യാസമാണ്. സോ വി നോട്ട് ഓൺലി make our children grow, we help ourselves to grow. My dear teachers, this is very important. It's very important. So you have put your best efforts. I am asking you, I am requesting all of you that when our children, അവരുടെ റിസൾട്ടൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ച് കാണും, ഇച്ചിരി കൂടെ ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഇച്ചിരി കൂടെ ഒരു എഫർട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ പേര് നന്നായിട്ട് വന്നേനെയുമെന്ന്. ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് ദാറ്റ് പ്രിക്ക്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ എവർലാസ്റ്റിംഗ്. ലെറ്റ് ഇറ്റ് ബി ഫോർ ദിസ് ഇയർ. Put the best. I said an institution is known not for its academic, it's not for its infrastructure. It is known by its teachers, its mentors. നമ്മുടെ ഇടയിൽ ഒരു പക്ഷെങ്കിൽ അത്ര പ്രഗത്ഭരല്ലാത്തതായ കുട്ടികളോ അല്ലെങ്കിൽ ശ്രദ്ധ വേണ്ടതായ കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ give 5 minutes, 10 minutes, attend to them and they are going to make wonders, my dear teachers. So ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. We need to fashion them, we need to mold them and we need to inspire them. നമ്മുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളെയും ഞാൻ സന്തോഷത്തോടുകൂടി ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ തിരുമേനിമാരെയൊക്കെ വിളിച്ചാലുള്ള ഒരു കുഴപ്പം, ഒരു പ്രസംഗം നിർത്തത്തില്ല. അച്ഛന്മാരും മോശമല്ല, രാഷ്ട്രീയക്കാരും അതിനേക്കാളും അതാണ്. പക്ഷേ ഇവരെ എന്നോടുള്ള ബഹുമാനം കൊണ്ട് അവരാരും ഇന്ന് അധികം പ്രസംഗിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഈ ഒരു കാര്യം മക്കളോട് പറഞ്ഞില്ലെങ്കിൽ മക്കളെ അതൊരു കുറവായിരിക്കുമല്ലോ എന്നും കണ്ട് മാത്രം ഞാൻ പറയാം. മക്കളെ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന നിങ്ങൾ ഏറ്റവും നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം നേടിയെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, അല്ലേ? നമുക്കിനിയും താണ്ടാനുള്ളത് നമ്മൾ എത്രയോ കാതമാണ് ഇനിയും നമ്മൾ നടന്നു നീങ്ങേണ്ടത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു വിജയത്തിൽ നമ്മൾ ആഹ്ലാദിച്ച് നമ്മൾ അവസാനിക്കരുത്. ഞാനൊരു സംഭവം മക്കളോട് പറയാം, അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങളോട് പറയാം. ഈ MBBS ഒക്കെ എൻട്രൻസിന് വലിയ മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടികൾ, അവർ എൻട്രൻസിന് പാസ്സാകാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പഠിക്കുകയാണ്. അവർ ഊണില്ല, ഉറക്കമില്ല ഒക്കെയാണ് അവരത് പഠിക്കുന്നത്. പക്ഷേ നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു വരുന്ന നമ്മളുടെ കുട്ടികളാണ് 1ാം വർഷത്തെ പരീക്ഷയിൽ തോൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഏറ്റവും അവസാനത്തെ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എൻട്രൻസ് പരീക്ഷയിൽ മാർക്ക് കിട്ടി അവിടെ അഡ്മിഷൻ കിട്ടിയതായ കുട്ടി
ആദ്യ വർഷത്തെ പരീക്ഷയിൽ ഒന്നാമതാവുന്നു. What is this? ഇവിടെ എല്ലാം ഞാൻ കാണുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളുടെ ആ ഫോക്കസ്, നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഫോക്കസ്, അത് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒരു ഫോക്കസ് ഉണ്ട്, അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഫോക്കസ് ആവശ്യമാണ്. So have that focus. Don't fall short of it and you will become winners in your life.